കൊടും കുറ്റവാളി ഗോവിന്ദചാമിയെ വിയൂർ ജയിലിലേക്ക് മാറ്റുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയതിന് പിന്നാലെയാണ് ജയിൽ മാറ്റം. അതീവ സുരക്ഷയിലാണ് വിയൂരിലേക്ക് കൊണ്ടുപോകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി KB ലിബീഷ് ചേരുന്നു. ലിബീഷ്, ഇന്ന് ഗോവിന്ദചാമിയെ വിയൂരിലേക്ക് മാറ്റും. വിയൂർ ജയിൽ അതിന് സജ്ജമാണോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? സൂര്യ, ഗോവിന്ദചാമിയെ ഇപ്പോൾ വിയൂരിലേക്ക് കൊണ്ടുവരികയാണ്. രാവിലെയാണ് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടത്. അതീവ സുരക്ഷയിലാണ് വിയൂരിലേക്കുള്ള ഈ മാറ്റം. ഇന്ത്യൻ റിസർവ് ബറ്റാലിയന്റെ പ്രത്യേക സുരക്ഷയാണ് ഗോവിന്ദചാമിക്ക് ഒരുക്കിയിരിക്കുന്നത്. കാരണം ഇന്നലെ ഗോവിന്ദചാമിയെ പിടികൂടുമ്പോഴുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. ഗോവിന്ദചാമിയെ ആക്രമിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു. അങ്ങനെയുള്ള ഒരു പ്രതിഷേധ സാധ്യത കൂടി കണക്കിലെടുത്താണ് കനത്ത സുരക്ഷ ഉറപ്പാക്കിയ ശേഷം ഇപ്പോൾ ഗോവിന്ദചാമിയെ തൃശൂർ വിയൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്നലെ തന്നെ ഈ വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ ഗോവിന്ദചാമിയെ പ്രവേശിപ്പിക്കാൻ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാകേണ്ടതുണ്ടായിരുന്നു. ഇന്നലെ കണ്ണൂർ ജയിലിൽ ഗോവിന്ദചാമി ചാടിയ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. എങ്ങനെയാണ് ജയിൽ ചാടിയതെന്നും അതിന് ഏതൊക്കെ രീതിയിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുമൊക്കെ ഇന്നലത്തെ തെളിവെടുപ്പിൽ ഗോവിന്ദചാമി വിശദീകരിച്ചിരുന്നു. ആ തെളിവെടുപ്പെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഗോവിന്ദചാമിയെ റിമാൻഡ് ചെയ്ത് കണ്ണൂർ ജയിലിലേക്ക് തന്നെയാണ് അയച്ചത്. അതിനുശേഷമാണ് ഇന്ന് വിയൂർ ജയിലിലേക്ക് മാറ്റാനായി രാവിലെ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടത്. എന്തായാലും വിയൂർ ജയിലിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിയൂർ അതീവ സുരക്ഷാ ജയിലാണ് വിയൂരിലുള്ളത്. ആ വിയൂർ ജയിലിൽ ഏകാന്ത തടവിൽ ഗോവിന്ദചാമിയെ പാർപ്പിക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഏകാന്ത തടവുകാർക്കുള്ള ഒരു സെൽ ഇവിടെ ഒഴിച്ചിട്ടിരുന്നു. ഈ സെൽ അധികൃതർ വൃത്തിയാക്കിയിട്ടുണ്ട്. എല്ലാവിധ ആധുനിക സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് വിയൂർ ജയിലെന്ന് നമുക്കറിയാം. 36 കോടി രൂപ ചെലവിട്ടാണ് വിയൂർ ജയിൽ അതീവ സുരക്ഷാ ജയിലായി 2019 ജൂലൈയിൽ പ്രവർത്തനം തുടങ്ങിയത്. ഇപ്പോൾ ഇവിടെ 125 കുറ്റവാളികളാണ് ഇപ്പോൾ വിയൂർ അതീവ സുരക്ഷാ ജയിലിലുള്ളത്. 536 പേരെ പാർപ്പിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടെങ്കിലും 125 പേർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. 192 സെല്ലുകളാണുള്ളത്. ഇതിൽ 60 എണ്ണമാണ് ഏകാന്ത സെല്ലുകളായി മാറ്റിയിരിക്കുന്നത്. ഈ ഏകാന്ത സെല്ലിൽ പാർപ്പിക്കുന്ന തടവുകാർക്ക് മറ്റ് അന്തേവാസികളെ കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല. ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തിറങ്ങാൻ അനുവാദമില്ല. നേരിട്ട് സെല്ലിൽ ഭക്ഷണം എത്തിച്ചു നൽകുകയാണ് ചെയ്യുക. 4.2 മീറ്റർ ഉയരമുള്ള സെല്ലാണ് ഏകാന്ത സെല്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർത്തും ഏകാന്തമായിട്ടുള്ള ഒരു വാസമായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതീവ സുരക്ഷയാണ് ഈ മേഖലയിലെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പുറത്ത് 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവുള്ള ഒരു മതിലാണ് വിയൂർ അതീവ സുരക്ഷാ ജയിലിനുള്ളത്. ഇതിനു മുകളിൽ 10 അടി ഉയരത്തിൽ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ട്. മതിലിന് ാണെങ്കിൽ 15 മീറ്റർ വീതം ഉയരമുള്ള 4 വാച്ച് ടവറുകളുണ്ട്. ഇതിൽ 24 മണിക്കൂറും സായുധരായ സേനാംഗങ്ങളാണ് കാവൽ നിൽക്കുന്നത്. അങ്ങനെ പേരിൽ തന്നെ അതീവ സുരക്ഷ, അത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലുള്ളത്. അവിടേക്കാണ് ഗോവിന്ദചാമിയെ എത്തിക്കാൻ പോകുന്നത്. സൂര്യ, അതീവ സുരക്ഷയോടെ ഇന്ന് ഗോവിന്ദചാമിയെ വിയൂർ ജയിലിലേക്ക് മാറ്റും. ഏകാന്തവാസമായിരിക്കും, ഏകാന്ത തടവിലായിരിക്കും ഗോവിന്ദചാമി. വിയൂർ ജയിലിൽ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നു. സമഗ്ര വിവരങ്ങളാണ് ലിബീഷ് നൽകിയത്.